CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ അന്ത്യാത്താഴസ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ചടങ്ങുകളും നടന്നു. കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം നാളെ ദുഃഖവെള്ളി ആചരിക്കും. സഭാതർക്കം. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയെന്ന് പരാതി. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR രജിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് നിന്നാരംഭിച്ച പര്യടനം BDJS സംസ്ഥാന സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷം മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് LDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം നടന്നു. വെങ്കിടങ്ങിൽ നടന്ന ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്തിന് ആദ്യപ്രതി നൽകിക്കൊണ്ട് മുരളി പെരുന്നെല്ലി MLA പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR രജിലിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കാണിപ്പയ്യൂർ ഉഭയൂർ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചിരിക്കുന്നത്. മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ വ്യാഴാഴ്ചയിലെ പ്രചരണ പര്യടനം കേച്ചേരി മേഖലയിൽ നടന്നു. പുന്നയൂർ അകലാട് പിക്കപ്പ് വാനിന് പിറകിൽ സ്കൂട്ടറിടിച്ച് അപകടം. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ വടക്കേകാട് സ്വദേശി 38 വയസ്സുള്ള വടക്കൂട്ട് നൌഫലിനെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് കൊടിയേറി. മാർച്ച് 25 മുതൽ ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങളിലായാണ് ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങുകളോടെ അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. കുന്നംകുളം പാറയമ്പാടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി 18 വയസ്സുള്ള സയാൻ ജവാദ്, ചാവക്കാട് സ്വദേശി 19 വയസ്സുള്ള ജുനൈദ്, അക്കിക്കാവ് സ്വദേശിനി 71 വയസ്സുള്ള ലില്ലി, 2 വയസ്സുകാരി എസ്സ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ അധ്യയന വർഷം വിരമിക്കുന്ന ദീർഘകാലമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ PS വിജോയിയെ പ്രകൃതി സംരക്ഷണ സംഘം പ്രതിനിധികൾ ആദരിച്ചു. പഴഞ്ഞി പെട്രോൾ പമ്പിന് മുമ്പിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചിറക്കൽ സ്വദേശികളായ ശ്രീനാഥ്, അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.